ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 3 FYUGP കേരള സ്റ്റഡീസ് ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1ലെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് സംബന്ധിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇത്. റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് രാജൻ ഗുരുക്കളും രാഘവ വാര്യരും ചേർന്ന് എഴുതിയ ഹിസ്റ്ററി ഓഫ് കേരള പ്രീ ഹിസ്റ്ററി ടു ദ പ്രസൻറ്റ് എന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലാൻഡ്സ്കേപ്സ്, സോഴ്സസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ ലാൻഡ്സ്കേപ്പ്, സോഴ്സസ്, ആർക്കിയോളജിക്കൽ റിമെയിൻസ്, ആർക്കൈവൽ മെറ്റീരിയൽ, പിന്നെ ലിറ്റററി സോഴ്സസ് എന്നിവയാണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സബ്സെക്ഷൻസ്. അതിൽ ലാൻഡ്സ്കേപ്പ്, സോഴ്സസ്, പിന്നെ ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കൈവൽ മെറ്റീരിയൽസും ലിറ്റററി സോഴ്സസും പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായി ലാൻഡ്സ്കേപ്പ് നോക്കാം. 38,855 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ഏരിയ. സാൻഡി ആൻഡ് ലോമി പ്രോപ്പർട്ടീസ് ഉള്ള ചുവന്ന മണ്ണാണ് ഇവിടത്തേത്. ജിയോഗ്രഫിക്കലി ഇലോങ്ങേറ്റഡ് ഷേപ്പിലുള്ള കേരളത്തിൻ്റെ ഈസ്റ്റിൽ വെസ്റ്റേൺ ഘാട്ട്സും വെസ്റ്റിൽ അറേബ്യൻ സീയുമാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ റിലേറ്റീവ്ലി യങ് ആയ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ലാൻഡ് മാസ് ആണ് കേരളം. വെള്ളം കെട്ടിയ അഥവാ വാട്ടർ ലോക്ഡ് ആയ പ്ലെയിൻസും ചതുപ്പ് അഥവാ മാർഷി ലാൻഡുമാണ് കേരളത്തിൻ്റെ പ്രത്യേകതകൾ. ഒരു വശത്ത് മലനിരയും മറുവശത്ത് അറേബ്യൻ സീയും ബൗണ്ടറീസ് ആയിട്ട് ഉള്ളതുകൊണ്ട് കേരളം ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആണെന്ന് പറയാം. എങ്കിലും പാലക്കാട് ഗ്യാപ്പ്, പെരിയ ഗ്യാപ്പ്, താമരശ്ശേരി പാസ്, ബോഡിനായ്ക്കന്നൂർ പാസ്, കമ്പം പാസ്, ആര്യൻകാവ് പാസ്, ആരുവാമൊഴി പാസ് പോരാഞ്ഞ് പല സീപോർട്ടുകളും കൂടി കണക്കിലെടുത്താൽ എത്തിപ്പെടാൻ സൗകര്യങ്ങളും ഏറെയുണ്ടെന്ന് തന്നെ പറയണം. സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആയ ആനമുടി വെസ്റ്റേൺ ഘാട്ട്സ് അഥവാ സഹ്യനിരയിലാണ് ഉള്ളത്. കേരളത്തിലെ ലോവസ്റ്റ് ആയ പ്രദേശം ബിലോ സീ ലെവൽ ആണ് കുട്ടനാട്. അവിടം വാട്ടർ ബോഡീസ് കൊണ്ട് നിറഞ്ഞതും ഇതുകൊണ്ട് തന്നെ. ടോട്ടൽ 44 റിവേഴ്സ് ഉള്ള കേരളത്തിലെ മിക്ക റിവേഴ്സും സഹ്യനിൽ തുടങ്ങി അറബിക്കടലിൽ ചെന്ന് അവസാനിക്കുന്നു. അതിൽ എക്സെപ്ഷൻസ് കാവേരി നദിയുടെ 3 ഈസ്റ്റ് ഫ്ലോയിങ് ട്രിബ്യൂട്ടറീസ് ആണ്. പേരാർ എന്നും നിളയെന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, വളപട്ടണം പുഴ, പമ്പ എന്നിവയാണ് കേരളത്തിലെ മേജർ റിവേഴ്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ലേക്ക് വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വീറ്റ് വാട്ടർ ലേക്ക് അഥവാ ഫ്രഷ് വാട്ടർ ലേക്ക് ശാസ്താംകോട്ട കായലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് വെള്ളായണി കായലും. ഏറ്റവും അധികം മഴ കിട്ടുന്ന പ്രദേശം ഇടുക്കി. കേരളത്തിലെ ആദ്യകാല സെറ്റിൽമെൻറ്റ്സ് എല്ലാം റെഡ് സോയിൽ ടെറൈനിൽ ആയിരുന്നു. പിന്നീടാണ് മാർഷി ലാൻഡ്സിലും ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയത്. എക്സാമ്പിൾ എറണാകുളം. കേരളത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിവ് ലഭിക്കുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 3 തരം: ആർക്കിയോളജിക്കൽ, ആർക്കൈവൽ ആൻഡ് ലിറ്റററി. ഇതിൽ ആർക്കിയോളജിക്കലിനെ വീണ്ടും 3ആയി ഡിവൈഡ് ചെയ്യാം: ആർക്കിടെക്ചറൽ, കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്. ആദ്യം ആർക്കിയോളജിക്കൽ റിമെയിൻസ് ഇൻ കേരളം നോക്കാം. ഏറ്റവും പഴയ റിമെയിൻസ് ലേറ്റ് സ്റ്റോണേജ് കാലത്തെ ടൂൾസ് ആണ്. അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് കൊല്ലം, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നാണ്. പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ റിമെയിൻസ് റോക്ക് ആർട്ട് അഥവാ ഗുഹകളിലെ ചുമർ ചിത്രങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ്. മറയൂർ ഫോറസ്റ്റിൽ മീസോലിത്തിക് ഏജിലെയും വയനാട് ഫോറസ്റ്റിൽ മൈക്രോലിത്തിക് ഏജിലെയും തൊവരിയിൽ നിയോലിത്തിക് ഏജിലെയും റോക്ക് ആർട്സ് കാണാം. അതുപോലെ അയണേജ് കാലത്തെ ബറിയൽ സിസ്റ്റംസും കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്തെ പട്ടണം, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ എന്നിവ ചില പ്രധാന സൈറ്റ്സ് ആണ്. പ്രീ റോമൻ കാലത്തെ ടോപ്പിഡോ ജാർസ് പോലുള്ള പാത്രങ്ങളുടെ കഷ്ണങ്ങൾ കടൽ വഴി വെളിനാടുമായി പണ്ടുകാലത്തെ ബന്ധമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു. അന്നത്തെ ക്രാഫ്റ്റുകളുടെ തെളിവായി അത്തരം ബറിയൽ സൈറ്റ്സിൽ നിന്നും ബെറിൽ, ക്വാഡ്സ്, അഗേറ്റ് പോലുള്ള കല്ലുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീടുള്ള റിമെയിൻസിൽ 10th സെഞ്ച്വറി മുതലുള്ള പല ഇൻഫോർമേഷൻസും ആർക്കിടെക്ചർ ഓഫ് റിലീജിയസ് ബിൽഡിങ്സിൽ നിന്നും കിട്ടുന്നു. കാവുകൾ, ക്ഷേത്രങ്ങൾ എന്നിവ പ്രസൻസ് ഓഫ് ഹിന്ദുയിസം കാണിക്കുമ്പോൾ പള്ളികൾ, സിനഗോഗുകൾ എന്നിവ ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജുദായിസം എന്നിവ അന്നേ ഇവിടെ വന്നിരുന്നു എന്ന് കാണിക്കുന്നു.
18th സെഞ്ച്വറി മുതലുള്ള പാസ്റ്റ് കുറേയൊക്കെ കൊട്ടാരങ്ങളിൽ നിന്നും ലഭിക്കുന്നു. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, കൾച്ചറൽ ഹിസ്റ്ററി എന്നിവ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സ്ട്രക്ചേഴ്സ് എല്ലാം. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇവിടുത്തെ ഏറ്റവും ലക്ഷൂറിയസ് ആയ സ്ട്രക്ചർ പോലും ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. ഇത്തരം ലക്ഷറിക്ക് വേണ്ടി ഇവിടത്തുകാർ സ്പെൻഡിങ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അടുത്ത ആർക്കിയോളജിക്കൽ റിമെയിൻസ് കോയിൻസ് ആണ്. അതിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്നീ രണ്ട് സോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് ടു തേർഡ് സെഞ്ച്വറി CE കാലത്തെ റോമൻ കോയിൻസ്, ആ കാലത്തെ നോർത്ത് ഇന്ത്യയിലെ പഞ്ച് മാർക്ഡ് കോയിൻസ് എന്നിവ ഡയറക്റ്റ് എവിഡൻസിന് എക്സാമ്പിൾസ് ആണ്. ഇൻസ്ക്രിപ്ഷൻസിലും പോയട്രിയിലും ഉള്ള റെഫറൻസസ് ആണ് ഇൻഡയറക്റ്റ് എവിഡൻസ്. ഏത് കാലത്താണ് ഇവ ഇവിടെ എത്തിയത് എന്ന് പറയാൻ പറ്റാത്തതിനാൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. ഇനി ഇൻസ്ക്രിപ്ഷൻസ് നോക്കാം. കാസർഗോഡിന്റെ ഈസ്റ്റിലുള്ള ഉള്ളടുക്കം, എടയ്ക്കൽ, നെടുങ്കായം, നിലമ്പൂർ എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ ബ്രഹ്മി സ്ക്രിപ്റ്റിലെ ഇൻസ്ക്രിപ്ഷൻസ് നോർത്ത് ഇന്ത്യൻ മെർച്ചൻസിന്റെ ഇവിടങ്ങളിലെ പ്രസൻസ് സൂചിപ്പിക്കുന്നു. പഴയ മലയാളത്തിന്റെ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിൽ 9th to 12th സെഞ്ച്വറി പഴക്കമുള്ള ഇൻസ്ക്രിപ്ഷൻസും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ രാജശാസനങ്ങൾ, ഊരിന്റെയും ക്ഷേത്ര കമ്മിറ്റികളുടെയും മറ്റും ഡിസിഷൻസ് എന്നിവ കാണിക്കുന്ന കോപ്പർ പ്ലേറ്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. വാഴപ്പള്ളി കോപ്പർ പ്ലേറ്റ്സ്, തിരുവല്ല കോപ്പർ പ്ലേറ്റ്സ്, മാമ്പള്ളി കോപ്പർ പ്ലേറ്റ്സ്, കിളിമാനൂർ കോപ്പർ പ്ലേറ്റ്സ്, തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്സ്, ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സ് എന്നിവ കേരളത്തിന്റെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കോണമിക്കൽ ഹിസ്റ്ററി സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ നൽകുന്നു. ഇനി സോഴ്സസ് ആയി ബാക്കിയുള്ളത് ആർക്കൈവൽ മെറ്റീരിയൽസും ലിറ്റററി സോഴ്സസുമാണ്. അത് പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ടോപ്പിക്. കമൻസ് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.